നിങ്ങളുടെ എക്സ്പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം. അവരുടെ ഫീലിങ്സും എന്താ പറയുക, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഈ കണക്ഷനെ കുറിച്ചുള്ള ചിന്തകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എക്സ്പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു റൊമാൻറ്റിക് ഫീലിങ്സും നിങ്ങളോടില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷുഗർ കോട്ട് ചെയ്തിട്ടൊന്നും സംസാരിക്കില്ല എന്നുള്ളത്. ശരിക്കും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. ഇൻഫാക്റ്റ് ഈ പേഴ്സൺ എക്സ്ട്രീംലി ആംഗ്രിയാണ് ഇപ്പോൾ നിങ്ങളോട്. ആൻഡ് ഓൾസോ അവർ വളരെ ഡിസപ്പോയിൻറ്റഡും ആണ്. ആ പേഴ്സൺ ഇമോഷണലി വളരെയധികം ബ്ലോക്ക്ഡ് ആണ്. അവരുടെ ഇമോഷൻസ് ഒന്നും അവർ പുറത്ത് ഷോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അവരാദ്യമൊക്കെ ലവ് ഒക്കെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ റെയറായിട്ട് മാത്രമാണ് അവരുടെ ഈ ഇമോഷൻസ് ഒക്കെ പുറത്ത് കാണിക്കാറുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ നിങ്ങളോടുള്ള സ്നേഹമായിക്കോട്ടെ, ഐ ലവ് യു എന്നുള്ള ആയിക്കോട്ടെ, അങ്ങനെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്പ്രസീവ് ആവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെരി മാനിപ്പുലേറ്റീവ് ആൻഡ് വെരി കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവർ. ശരിക്കും നിങ്ങളെക്കുറിച്ച് ഇവർക്ക് ഫീലിങ്സ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവരിപ്പോൾ എന്താ പറയുക, അവരിപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ കുറേ അധികം പ്രോബ്ലംസ് ഉണ്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ ഇമോഷണലിയും ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് അവർ സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല ടൈമിലും വല്ലാതെ ദേഷ്യപ്പെടാറുണ്ട്. കാരണം അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് 10 ഓഫ് സോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ്. പല തവണ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ഒന്നിച്ചിട്ടുമുണ്ട്. ഈ വ്യക്തി ശരിക്കും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. അവരെങ്ങനെയാണ് നിങ്ങളെ വാച്ച് ചെയ്യണമെന്ന് അറിയില്ല. അത് ചിലപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിയോടോ റിലേറ്റീവ്സിനോടോ ഒക്കെ ചോദിക്കുന്നുണ്ടാവും നിങ്ങളെക്കുറിച്ചിട്ട്. എന്താണ് അവർ ശരിക്കും നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ക്യൂരിയസ് ആണ്. എന്തായാലും നിങ്ങളെ ഇപ്പോൾ ഇങ്ങനെ ഈ മൂവ് ഓൺ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ കാണുന്നതിൽ അവരൊട്ടും തന്നെ ഹാപ്പി അല്ല. കാരണം നിങ്ങൾ അവരുദ്ദേശിക്കുന്ന പോലെ അല്ലാത്തതുകൊണ്ട് അവർക്കൊട്ടും തന്നെ ഹാപ്പി അല്ല. അവർ മൊത്തത്തിൽ ഇപ്പോൾ മൈൻഡൊക്കെ സ്ട്രക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. അതായത് എക്സ്ട്രീംലി ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള പേഴ്സണാണ് അവരിപ്പോൾ. ആലോചിച്ച് കാര്യങ്ങളെല്ലാം അത്രമേൽ കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരതിനെല്ലാത്തിനെയും എത്തിക്കും. അവർ സ്വയം ഇരുന്ന് ചിന്തിക്കും. ആ കാര്യങ്ങളെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിക്കുകയും ചെയ്യും. അവർ നിങ്ങളിൽ നിന്നും ശരിക്കും അകലാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. എന്താ പറയുക, അതുകൊണ്ട് തന്നെ അവർക്ക് സ്വയം വല്ലാതെ ദേഷ്യം തോന്നും. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആകാൻ പറ്റാത്തതെന്നൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ഒരുപാട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഓരോ ടൈമിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അവർ ശ്രദ്ധിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്നൊക്കെ. അവർ ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം ഉണ്ടാവും. കാരണം നിങ്ങൾ ഇപ്പം മൂവ് ഓൺ ആവാൻ ശ്രമിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷനിലാകുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദേഷ്യവും. അവർക്ക് എന്താ പറയണേ, സന്തോഷം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചില ടൈമിൽ അവരുടെ ഈഗോ ഹേർട്ടാവും. കാരണം എന്താണ്, നിങ്ങൾ തിരിച്ച് ചെല്ലുന്നില്ല, അവർക്ക് മെസ്സേജ് അയക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈഗോ അവർക്ക് ഹേർട്ടാവുന്നുണ്ട്. അപ്പോൾ ഇവരൊരു ടിപ്പിക്കൽ അവോയ്ഡൻ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ മാനിപ്പുലേറ്റീവ് ആണ്, വളരെ കൺട്രോളിങ്ങും ആണ്. അപ്പോൾ ഈ കാർഡ്സ് പറയുന്നത് ഈ വ്യക്തി എക്സ്ട്രീംലി മാനിപ്പുലേറ്റീവ് ആണെന്നാണ്. അതേപോലെ ഇവരൊരു ഹോട്ട് ആൻഡ് കോൾഡ് സൈക്കിള് മുൻപും നിങ്ങളോട് കാണിച്ചിരുന്നു. അത് എസ്പെഷ്യലി ഈ നാർസിസിസ്റ്റിക് ആയിട്ടും അതിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആയുധമായിട്ട് അവർ എപ്പോഴും എടുക്കും. കാരണം അവർക്കിപ്പോൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവർ നിങ്ങളോട് നോ കോണ്ടാക്റ്റ് വയ്ക്കും. എന്നിട്ട് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിക്കുകയല്ല, ഡിസ്റ്റൻസ് ഇടും. അപ്പോൾ എന്താ ഉണ്ടാവുക, നോർമലി സാധാരണ ആളുകൾക്ക് അപ്പോഴേക്കും ഭയങ്കര സങ്കടവും, നമ്മൾ കുറച്ച് ദിവസം മിണ്ടാതെയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ആകെ നമ്മൾ തകർന്നു പോകൂല്ലേ.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അവരുടെ പുറകെ പോകും, നിങ്ങൾ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് വീണ്ടും നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ്, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, അവർക്ക് എന്താ നിങ്ങൾക്കൊട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, നിങ്ങളൊട്ടും കമ്മിറ്റഡ് അല്ല, എനിക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ വേണമെന്നൊക്കെ. അതപ്പോൾ അവർക്ക് ഇഷ്ടമാവില്ല, അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ. അപ്പോൾ അവർ പറയും, ഓ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം അല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ, എങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആകാം, അങ്ങനെയൊക്കെ അവർ നിങ്ങളോട് പറയും. അങ്ങനെ പറയുകയും അവർ പോവുകയും ചെയ്യും. പക്ഷേ ഒരു കുറച്ച് ദിവസമൊക്കെ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു വിളിച്ചൊക്കെ ഇരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആകെ നിങ്ങൾ തകർന്നു പോകും, സഹിക്കാൻ പറ്റത്തില്ല, അവരില്ലാതെ ജീവിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥ. അവസാനം നിങ്ങൾ എന്ത് പറയും, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വേണ്ട, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതിയെന്ന്, അറ്റ്ലീസ്റ്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും തിരിച്ചു പോകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവരോട് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാൻ പേടിയാണ്. കാരണം എന്താണ്, അവരോട് അങ്ങനെ അത് പറഞ്ഞാൽ അവർ വീണ്ടും എന്നോട് അങ്ങനെ ചെയ്തെങ്കിലോ എന്നുള്ള പേടിയുണ്ട്. സോ നിങ്ങളത് പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം വേറെ ഒന്നും വേണ്ട, അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുവാൻ ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയെന്നുള്ളത് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളൊരു മാനിപ്പുലേറ്റീവ് പേഴ്സൺ ആണെന്നാണ്, അതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു വരാത്തതെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അവരങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനത്തെ ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ ദേഷ്യത്തിലുമാണ്, കൺഫ്യൂസ്ഡുമാണ്. ബിക്കോസ് എങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ ആകാൻ കഴിഞ്ഞു എന്ന് ഓർത്തിട്ട്. യെസ്, അതാണ് ഈ പേഴ്സൻ്റെ കറണ്ട് എനർജി നമുക്ക് കാണിക്കുന്നത്. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ ലൈക്ക് ചെയ്യും, ബിക്കോസ് അവർക്ക് ഇപ്പോഴും നിങ്ങളോട് സ്നേഹം ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. ഇനി ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ആ വ്യക്തിക്ക് മെസ്സേജ് അയക്കണം, അവരിലേക്ക് തിരികെ പോകണമെന്നാണോ, എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അതോ ആത്മാഭിമാനം കളഞ്ഞ് ജീവിക്കണോ എന്നുള്ളതും യുവർ ചോയ്സാണ്. ഇനി ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീണ്ടും അവരിലേക്ക് പോയാൽ നിങ്ങൾ വീണ്ടും പഴയ ആ സൈക്കിളിലേക്ക് തന്നെയാണ് തിരിച്ചു പോവുക. ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ സെൽഫ് വാല്യൂ നഷ്ടപ്പെടുകയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇനി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ പുറകെ പോകില്ല. കാരണം ഇതൊരു ഇമോഷണൽ അബ്യൂസാണ്. സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ അബ്യൂസിൻ്റെ ഏറ്റവും ഒരു ഹയസ്റ്റ് ഫോമാണ്. ഫിസിക്കൽ അബ്യൂസിനേക്കാളും ഭയങ്കര പെയിൻഫുള്ളാണ് ഇമോഷണൽ അബ്യൂസ്. ബിക്കോസ് ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെയിൻ നമുക്ക് കുറച്ച് കഴിയുമ്പം മാറും. ഇപ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാലോ വൂൺസ് ഉണ്ടായാലോ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും അല്ലേ. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പെയിൻ മാറും അല്ലേ, നമ്മൾ പെയിൻ കില്ലർ കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ പെയിൻ മാറും. പക്ഷേ ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണത്. എന്താണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയൊക്കെ തകർത്ത് കളയും. അത് ഭയങ്കരമായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് ആക്കും. ആ ടൈമിൽ ശരിക്കും നിങ്ങൾക്ക് സൈക്കോസോമാറ്റിക് അസുഖങ്ങളൊക്കെ വരാം. അതായത് എന്താ പറയുക, നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങൾ ഒരു പരിധി വരെ സൈക്കോസോമാറ്റിക് ആണെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങളുടെ ബോഡി മൊത്തം തകരാറിലാകും. ആരും ശരിക്കും ഇങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഹേറ്റേഴ്സിൻ്റെ ആവശ്യമേ ഇല്ല, ഇവർ തന്നെ ധാരാളമാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യൂ. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഒരുപാട് സങ്കടങ്ങളൊക്കെ വരും, അങ്ങനെ നിങ്ങൾക്ക് അറിയണം, ഒരിക്കലും അത് സപ്രസ് ചെയ്ത് വയ്ക്കാതിരിക്കുക. ആ ഇമോഷനെ നിങ്ങളങ്ങ് കരഞ്ഞു തന്നെ കളയുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് നോട്ട് ലവ്, ഇത് ഇമോഷണൽ അബ്യൂസാണ്. ഇങ്ങനെയുള്ള ആളുകൾ അബ്യൂസീവാണ്, അവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവരെ ശരിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടവരാണ്. പക്ഷെ അവരൊരിക്കലും ട്രീറ്റ്മെൻറ്റിനൊന്നും പോവില്ല. എന്നാൽ ഈ റിലേഷനിലേക്ക് നിങ്ങൾ വന്നാലോ, നിങ്ങൾ അവസാനം ട്രീറ്റ്മെൻറ്റിലേക്ക് പോവേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, അയ്യോ അവർ മാപ്പ് ചോദിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് മാപ്പ് കൊടുത്ത് തിരിച്ചു പോകണം, കാരണം എനിക്ക് വലിയൊരു ഹൃദയമുണ്ട്, അപ്പോൾ എനിക്കങ്ങനെ മാപ്പ് കൊടുത്ത് തിരിച്ചു പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊരിക്കലും വലിയ ഹൃദയമൊന്നുമില്ല, നിങ്ങളുടെ ഹേർട്ട് ഈസ് സെയിം ആസ് മൈൻ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ വലുപ്പം തന്നെ നിങ്ങൾക്കും ഉള്ളൂ. സോ നിങ്ങൾ അങ്ങനെയൊന്നും എന്താ പറയുക ഫൂളിഷായിട്ടൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, അതർവൈസ് നോബഡി വിൽ റെസ്പെക്റ്റ് യു.